നിങ്ങൾ പെട്ടെന്ന് വെയിറ്റ് കൂട്ടാൻ നോക്കുന്നവരാണെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൈ പ്രോട്ടീൻ ഹൈ കാലോറിക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റിൽ 2 ഐറ്റം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഓട്ട്മീലും പിന്നെ രണ്ടാമത് ഒരു ഓംലെറ്റും. ഇത് രണ്ടും ഉണ്ടാക്കാൻ ടോട്ടൽ 7 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുണ്ട്. ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ആദ്യം വേണ്ടത് ഓട്സ് ആണ്. 50 ഗ്രാം ഓട്സ് എടുക്കണം. ഇതിൽ ഏകദേശം 7 ഗ്രാം പ്രോട്ടീനും 190 കാലറീസും ഉണ്ട്. രണ്ടാമത് പാല് വേണം. 500 ml പാലെടുക്കണം. ഇതിൽ ഏകദേശം 10 ഗ്രാം പ്രോട്ടീനും 320 കാലറീസും വരുന്നുണ്ട്. മൂന്നാമത് അണ്ടിപ്പരിപ്പാണ്. 20 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുക്കാം. ഇതിൽ ഏകദേശം 4.2 ഗ്രാം പ്രോട്ടീനും 160 കാലറീസും വരുന്നുണ്ട്. നാലാമത് കപ്പലണ്ടിയാണ്. 20 ഗ്രാം കപ്പലണ്ടി എടുക്കണം. ഇതിൽ 5 ഗ്രാം പ്രോട്ടീനും 120 കാലറീസും വരുന്നുണ്ട്. അഞ്ചാമത് ഉണക്കമുന്തിരി. ഇതും ഒരു 20 ഗ്രാം എടുക്കണം. ഇതിൽ 1 ഗ്രാം പ്രോട്ടീനും 60 കാലറീസും വരുന്നുണ്ട്. ഇനി ഓംലെറ്റ് ഉണ്ടാക്കാൻ 4 മുട്ട വേണം. ഇവിടെ 3 മുട്ടയെ ഞാൻ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ 4 എണ്ണം വേണം. ഇതിൽ 24 ഗ്രാം പ്രോട്ടീനും 280 കാലറീസും വരുന്നുണ്ട്. പിന്നെ സോയാബീൻ 30 ഗ്രാം വേണം. 30 ഗ്രാം സോയാബീനിൽ 13 ഗ്രാം പ്രോട്ടീനും 134 കാലറീസും വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. അതിനാദ്യം നമ്മൾ സോയാബീൻസ് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർക്കാനിടണം. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ഈ സോയാബീൻസ് എടുത്ത് അതിലെ വെള്ളം കളഞ്ഞതിന് ശേഷം ഇത് ബ്ലെൻഡറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇതുപോലെ പൗഡർ രൂപത്തിലാവണം. എന്നിട്ട് 4 മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചിടണം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളിയും കുറച്ച് ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിടുക. എന്നിട്ട് ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ച സോയാബീനും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് പാനിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഓംലെറ്റ് റെഡി. ഇനി ഓട്സ് ഉണ്ടാക്കാൻ ആദ്യം പാല് തിളപ്പിക്കാൻ വെക്കണം. പാല് തിളച്ച് കഴിഞ്ഞ് അതിലേക്ക് 50 ഗ്രാം ഓട്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് 20 ഗ്രാം അണ്ടിപ്പരിപ്പ്, 20 ഗ്രാം കപ്പലണ്ടി, പിന്നെ 20 ഗ്രാം ഉണക്കമുന്തിരിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഓട്ട്മീൽ റെഡി. ഈ ബ്രേക്ക്ഫാസ്റ്റിൽ ഏകദേശം 64.2 ഗ്രാം പ്രോട്ടീനും 1320 കാലറീസും വരുന്നുണ്ട്. നമ്മുടെ വെയിറ്റ് കൂട്ടാനും മസിൽസ് ബിൽഡ് ചെയ്യാനും വളരെ യൂസ്ഫുൾ ആണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇത് കുറച്ച് ഹെവി മീലാണ്. അതുകൊണ്ട് സ്ലോ ആയിട്ട് കഴിക്കണം, എങ്കിലേ നന്നായിട്ട് ഡൈജസ്റ്റ് ആവുള്ളൂ. ഇതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ്. 50 ഗ്രാമിൽ കൂടുതൽ പ്രോട്ടീൻ ഒരു മീലിൽ തന്നെ കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം. അതിൽ ഏറ്റവും കുറഞ്ഞ ചിലവിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.